സൂരജിന് മലയാള മനോരമയുടെ പുരസ്കാരം സമ്മാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു പത്ര ഓഫീസിൽ ഇങ്ങനെ വലിയൊരു സ്വീകരണം കിട്ടുന്നത്. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം. അതിന് മനോരമയിലെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മിലിറ്ററി ചിട്ടയായിരുന്നു വീട്ടിൽ. അച്ഛൻ മിലിറ്ററി, ചേട്ടൻ മിലിറ്ററി, ഞാൻ മിമിക്രി. അങ്ങനെ പട്ടാളത്തിൽ പോകണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ നടന്നില്ല. പെട്ടെന്ന് കൈ ഇങ്ങനെ ഒടിഞ്ഞത് കാരണം പിന്നെ മുമ്പോട്ട് സല്യൂട്ട് അടിക്കാൻ വേറൊരാളുടെ കൈ വേണ്ടി വരും എന്നുള്ള പ്രശ്നം വന്നപ്പോൾ മിലിറ്ററിയിലേക്ക് എടുക്കില്ല. പിന്നെ നേരെ മിമിക്രിയിലേക്ക് സജീവമായി. അപ്പോഴൊക്കെ അച്ഛനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇങ്ങനെ മിമിക്രി കളിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു വല്ല ജോലി നോക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോഴും അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മുണ്ട് മടക്കി കുത്തിക്കുകയാണെങ്കിൽ അറിയാതെ തന്നെ ഇത് ഉരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ദേശീയ അംഗീകാരം, ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ഇതുവരെ ഞാൻ അച്ഛൻ്റെ മുമ്പ് അച്ഛ എന്നൊക്കെ ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെയാണ് അച്ഛ എന്ന് നേരിട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ. അമ്മ അച്ഛനോടൊന്ന് പറയണം. ഇത് അല്ലാതെ അച്ഛൻ്റെ മുമ്പ് അച്ഛ ഇങ്ങനെ വിളിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അറിവ് വെച്ചതിന് ശേഷം ഇതുവരെ അച്ഛൻ എന്നെ കിസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ദേശീയ പുരസ്കാരം കിട്ടി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കിസ് ചെയ്തു. കൂട്ടത്തിൽ അച്ഛൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അവാർഡിനപ്പുറം കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അവാർഡ് കിട്ടുന്നതിന് മുമ്പും കിട്ടിയതിന് ശേഷവും ഞാനിങ്ങനെയാണ്. സാധാരണ എല്ലാ ആൾക്കാരുമായിട്ട് തോളി കൈയിട്ട് സംസാരിക്കും. സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അത് നേരത്തെ ഉള്ള പോലെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഈ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ആൾക്കാർ എന്നോടൊന്ന് ഇപ്പോൾ ഡെയിലി ഞാനുമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്ത് പോലും ഹലോ അളിയ. ഞാൻ പറഞ്ഞ എന്താടാ അങ്ങനെയൊക്കെ ഒരു ഹലോ അളിയ എന്നൊക്കെ പറയുന്നത്. നേരത്തെ അങ്ങനെയല്ലേ അളിയ ഇങ്ങനെയല്ലേ വിളിച്ചത്. അല്ല എന്നാലും ഇത്രയും വലിയൊരു സംഭവമല്ലേ അളിയ. ഞാൻ പറഞ്ഞു നീ പറഞ്ഞ് എന്നെ കൂടെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇതൊരു സംഭവമായിരുന്നു, കിട്ടി, വീട്ടിൽ കൊണ്ടുവച്ചു. ഒരു റെസ്പെക്റ്റ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാര്യം വെച്ചാൽ നേരത്തെയൊക്കെ നല്ല എല്ലാ രീതിയിലുമുള്ള കമൻറ്റുമൊക്കെ പറഞ്ഞു. പക്ഷേ കമൻറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞൊക്കെ സാധാരണ പുറത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ തള്ളേ വല്ല ചോറൊക്കെ തിന്നിട്ട് എന്നാ നിൽക്കണേ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പോൾ അതുവഴി എങ്ങാനും പോവുകയാണെങ്കിൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പഴയ സുരാജ് തന്നെയാണ്. മിമിക്രിയാണ് എൻ്റെ ബേസ് എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അതിലിപ്പോൾ കുറേ ജീവിതാനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ മറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പഠിക്കാൻ പറ്റി, സമൂഹത്തിലുള്ള പല ആൾക്കാരെയും. പക്ഷേ ഇതിന് ഞാൻ ഹാസ്യതാരമായതുകൊണ്ട് എല്ലാവരും എന്നെ ഹാസ്യത്തിന് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിലെനിക്കും സന്തോഷം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഹാസ്യം തന്നെയാണ്. പക്ഷേ ഒരു നല്ലൊരു വേഷം തരാൻ ആരും മുതിർന്നില്ല. ഞാൻ പലരോടും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എനിക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വേഷം വേണമെന്നൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടി. അത് നമ്മുടെ ഡയറക്ടർ സലീം അഹമ്മദൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അന്ന് അവാർഡ് കിട്ടിയപ്പോൾ, സലീമണ്ണന് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നോക്കിക്കോ, ഈ ഒരു സാധനം ഞാനും കൊണ്ടേ മലക്കൂ. എൻ്റെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, മതി. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ആരെങ്കിലുമൊക്കെ തന്നാൽ മതിയായിരുന്നു. ഇതിനു മുമ്പേ ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചനെ. പക്ഷേ അതിനൊക്കെ ഒരു നിമിത്തം, ഒരു ഭാഗ്യം, ഇതെല്ലാം കൂടെ ഒത്തൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇദ്ദേഹം നമ്മുടെ ഡോക്ടർ ബിജു സാറ് വന്ന് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സുകൾ, ഇല്ലെങ്കിൽ ഞാൻ അവരുമായിട്ട് പരിചരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ള പിന്നെ ആൾ തന്നെയാണ് ഈ ക്യാരക്ടർ എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സാർ ഇത് എപ്പോൾ സാറിൻ്റെ ഡേറ്റ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് തുടങ്ങി. പിന്നെ ഇതിനു വേണ്ടി വല്ല പ്രിപ്പറേഷൻ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു.
ചാലക്കുടി പുഴ മലിനമായി പോയിരിക്കുന്നു, ചാലിയാർ മലിനമായി പോയിരിക്കുന്നു. ഈ വയലിൽ പെടുത്തവരാണ്. ഭൂമി കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ഞങ്ങൾ ഇവിടെ മാറില്ല സാറേ. നീ കമ്മ്യൂണിസ്റ്റ് ആയോടി? നമ്മുടെ കമൽ സാറിൻ്റെ ഗദ്ദാമ എന്ന സിനിമയിൽ എനിക്ക് നല്ല വേഷമായിരുന്നു. അത് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ആൾക്കാരങ്ങനെ വെറുക്കോ? ഈ കോമഡി ചെയ്തുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മാറുമ്പോൾ വല്ല കുഴപ്പം വരുമോ? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞത് അതിൽ അവസാനം കാവ്യമാധവനെ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞുപോയി, അതിന് ശേഷം ശ്രീനിയേട്ടനുമായിട്ട് ഞാൻ വന്ന് സംസാരിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗിരീഷ് കുമാർ, അതിൻ്റെ റൈറ്റർ ഗിരീഷ് കുമാർ എന്നോട് വന്ന് പറഞ്ഞത്, സുരാജ് ആ സീൻ കണ്ടിട്ട് സാറ് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്, സുരാജിനെ ഇതുവരെ ആരും യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കമൽ സാറിനെ പോലുള്ള ഒരാളുടെ ഇത്രയും വലിയ ഒരു വാക്കുകൾ കേട്ടപ്പോൾ വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കമൻറ്റുകളുണ്ട്. ഒന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞ കമൻറ്റ്, അതായത് സുരാജ് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഞാൻ പറഞ്ഞത് താങ്ക് യു ഏട്ടാ. ഇപ്പോൾ തനിക്ക് അവാർഡ് കിട്ടിയതോടുകൂടി ബോധ്യമായി, മലയാളികൾക്ക് ബോധ്യമായി, ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമല്ല, അഭിനയിക്കാൻ കഴിവുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരമാണ് എന്ന് സുരാജിൻ്റെ അവാർഡോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞു. അതെനിക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പിന്നെ മുകേഷ് ഏട്ടൻ പറഞ്ഞ കോമഡി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഡേയ് നീ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടി, ട്രിവാൻഡ്രത്തുണ്ട് ചേട്ടാ. ഡേയ് നിനക്കിനി എന്തോ മാധവമുള്ള മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടി. ഞാൻ പറഞ്ഞു അതെന്ത് ചേട്ടാ? എടേ നിൻ്റെ ഈ അവാർഡ് ഇപ്പോഴാണ് ഞാൻ ഏറെ ബഹുമാനിക്കുന്നതും അതിനൊരു വലിയൊരു അംഗീകാരമാണെന്ന് തോന്നിയത് ഇപ്പോഴാണ്. ഞാൻ പറയാം എന്താ ഏട്ടാ? അല്ല, നീ പുറത്തുള്ള ജൂറിമാരെ എങ്ങനെയുടെ സ്വാധീനിക്കുന്നത്? മലയാളം പോലും നേരെ സംസാരിക്കാൻ അറിയാത്ത നീ എങ്ങനെയുടെ ഇംഗ്ലീഷിൽ ഹിന്ദിയൊക്കെ അവരോട് സംസാരിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും നീ എന്താ ഇത് പറഞ്ഞിട്ട് കിട്ടിയതല്ല, നീ അഭിനയിച്ചിട്ട് കിട്ടിയതാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞു. അത് വളരെ നല്ല കമൻ്റായിട്ട് തോന്നി, ഞാൻ ഒരുപാട് ചിരിച്ചതുമാണ്. പിന്നെ ലാലേട്ടൻ പറഞ്ഞ കമൻറ്റ്, മോനെ ജൂറി ചെയർമാൻ പരാമർശം നീ കേട്ടല്ലോ? ഞാൻ പറഞ്ഞു കേട്ടു. എന്തോന്നു? എൻ്റെ വാസ്തുകാരായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്, അത് വളരെ ഒരു വലുതാണ്. ഞാൻ പറഞ്ഞു ശരിയാണ് കേട്ടോ. പിന്നെ ഈ അവാർഡ് കിട്ടിയിട്ട് ആദ്യം ചേട്ടനെയാണ് വന്ന് കാണേണ്ടത്, നീ എനിക്ക് എന്താ സമ്മാനം തരിക? ഞാൻ പറഞ്ഞു എന്ത് വേണം? എന്തായിരിക്കും? ഞാൻ പറഞ്ഞു എന്താണ്? പിന്നെ നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് അത് വളരെ നല്ല തമാശയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. സാധാരണ അങ്ങനെ ആരും വിളിച്ച് പറയാറില്ല. പിന്നെ മമ്മൂക്ക വിളിച്ചിട്ട് തന്നെ പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ പോലെ ഒരാളൊക്കെ അങ്ങനെ പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അഭിനയത്തിന് സംബന്ധിച്ചിടത്തോളം രണ്ട് കൈകൾ ചിലപ്പോൾ വേസ്റ്റായിട്ട് തോന്നും. ഇതെന്ത് ചെയ്യും ഇങ്ങനെ പറയും. അത് അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഈ കൈ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ ഇതേ സംശയം മമ്മൂക്കടുത്ത് ചോദിച്ചപ്പോൾ, മമ്മൂക്ക ഈ രണ്ട് കൈ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ മമ്മൂക്ക പറഞ്ഞു ഒന്നിങ്ങനെ ആകണം. അമ്മ തീർന്നില്ലേ ഇല്ലെങ്കിൽ പോക്കറ്റ് ഇടുക. അപ്പോൾ മിക്കവാറും ആൾക്കാർ പോക്കറ്റ് ഇടും. ഇനി പോക്കറ്റ് ഇല്ലാത്ത ജീൻസാണ് ഇടണമെങ്കിൽ എന്ത് ചെയ്യും? ചിലരിങ്ങനെ പിടിക്കും, പക്ഷേ ഞാൻ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് അതങ്ങ് ചെയ്യുന്നുണ്ട്. ആ കൈയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനെന്നല്ല പലരും ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ ചിലപ്പോൾ കൈ ഇങ്ങനെ നോക്കി പിന്നീട് ഇതിട്ട് കാണുമ്പോഴാണ് കൈ ഇങ്ങനെ ഇരിക്കുന്നു, കാരണം എൻ്റെ കൈ ഒടിഞ്ഞതാണ്, ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ അതൊരു ഫാഷനുമായി. ഇത് ഇയാൾ കൊള്ളാലോ, ഇത് സംഭവം ഇത് ഒടിഞ്ഞിട്ടാണ്
ആൾക്കാർ പറയുന്നത് ഇത് ഗംഭീരമായിട്ടുണ്ട്, അവൻ്റെ ആ സ്റ്റൈലൊന്നുമില്ല, ഇത് സൈക്കിളിൽ നിന്ന് വീണ് കരണം മറിഞ്ഞ് വീണ് ഒടിഞ്ഞതാ. അനുകരണമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല മിമിക്രി. കാരണം എനിക്കിപ്പോൾ എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ അത് മിമിക്രിയിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ, അവരുമായിട്ട് ഇടപഴകാൻ സാധിച്ചത് മിമിക്രിയിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഓരോരോ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയത്. ഇതെല്ലാം ഞാൻ സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ നല്ല കുറച്ച് വശങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഹ്യൂമർ സിറ്റുവേഷനൊക്കെ പലതും ഞാൻ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നല്ല സാധനങ്ങളെല്ലാം ഞാൻ സിനിമയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈയടിച്ചിട്ടുമുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി നല്ലൊരു കളരി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇപ്പോഴും പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ അതിനെ കൊണ്ടുവച്ച് വിപുലീകരിച്ച് നമ്മൾ ഗ്രൂപ്പും ഉണ്ട്. ഇപ്പം ഞാൻ ഒരു സംഭവം പറഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കൂടെ ഉള്ളവരടുത്ത് പറഞ്ഞു നോക്കും, ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാരോടൊപ്പം ആദ്യം ഇതൊന്ന് പറഞ്ഞു നോക്കും, ഇതെങ്ങനെയുണ്ട്, അത് കൊള്ളാലോ, അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിന് ഫ്രീ ടൈം കിട്ടും. ഇപ്പം ഞാൻ 30 ദിവസവും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ല. അത് ഞാൻ വന്ന വഴി മറക്കില്ലല്ലോ. എനിക്ക് മിമിക്രി, ഞാൻ ഇപ്പോൾ 24-ാം തീയതി സ്റ്റേജ് ഷോ ഉണ്ട്. അപ്പോൾ അതിന് വിടില്ല എന്ന് അതിൻ്റെ സിനിമയുടെ കൺട്രോളർ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാനായിട്ടാണ് ഇന്നത്തെ വരവ്. ചെന്ന് കാല് പിടിച്ച് അതിന് പോയേ പറ്റൂ. കാരണം അതിന് കിട്ടുന്നൊരു സുഖം അത് വേറെ ഒന്നിന്നും കിട്ടത്തില്ല. സിനിമയാണ് എൻ്റെ സ്വപ്നവും എൻ്റെ ജീവിതവും ജീവവായുവും എല്ലാം സിനിമ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു, അതായത് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുന്നു, അപ്പം തന്നെ മോശമാണെങ്കിൽ അപ്പം തന്നെ പ്രതികരണം കിട്ടും. നമുക്ക് അപ്ഡേറ്റ് ആവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് സ്റ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്റ്റേജ് ഷോ മരണം വരെയും സ്റ്റേജ് ഷോ അവതരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചില കലാകാരന്മാർ പറയുന്ന പോലെ ഞാൻ നാടകത്തിലെ ആർട്ടിസ്റ്റാണ്, നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, അങ്ങനെയൊന്നും ആഗ്രഹമില്ല. സ്റ്റേജിൽ നിന്ന് മരിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം എൻ്റെ ട്രൂപ്പിൽ 14 പേര്, ചിലപ്പം 40 പേരുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും, മരിച്ച് കമ്മിറ്റിക്കാർക്ക് നഷ്ടം. പിന്നെ ആ ട്രൂപ്പുമായിട്ട് പിന്നെ അടുത്ത് അയ്യോ മറ്റല്ല അത് മരിച്ചത് ഇനിയിപ്പോൾ മാറ്റി, അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കലാകാരന്മാർ വിചാരിക്കുന്നത് തെറ്റില്ല വിചാരിക്കുന്നതിൽ. ഇതേ സമയം തെങ്ങ് കയറുന്ന ഒരാളാണെങ്കിലോ, എനിക്കിന്ന് തെങ്ങ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചാലോ, പോട്ടെ. പൈലറ്റ് ആണെങ്കിലോ, പൈലറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം. 100-400 എണ്ണത്തിന് എന്തിനാണ് വിഷമത്തിലാക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്തായാലും മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മിമിക്രി ചെയ്തിട്ടേ മരിക്കും. അവിടെയൊക്കെ ഈ 1 man ഷോ മാതിരിയാണ്, ട്രൂപ്പായിട്ടില്ല. ഇപ്പോൾ ഹിന്ദിയിൽ തന്നെ ഞാനും ഹിന്ദിയിലെ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു TV, അദ്ദേഹത്തിനൊക്കെ ലക്ഷങ്ങളാണ്. പക്ഷേ പറയുന്നത് ഇവിടുത്തെ ഹിന്ദി അറിയാമെന്നുള്ള ഒരാളുമായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോ 16 ലക്ഷമായിരുന്നു. നമുക്ക് നക്കാപ്പിച്ച വാങ്ങിക്കുമ്പോൾ അവൻ 16 ലക്ഷം രൂപ. ഞാൻ വിചാരിച്ചു ഗംഭീര സംഭവം. ചെന്ന് സ്റ്റേജിൽ ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഒരു ഗുഡ്വിൻ ജ്വല്ലറിയുടെ പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നിരുന്ന് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ദൈവമേ, ഇത് ഞാൻ ചോദിച്ചടുത്തിരിക്കുന്നത്, എടാ ഇന്ന സാധനം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഇതൊക്കെ 7 കൊല്ലം കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ചവിട്ടി തേച്ചെടു, ഇതൊക്കെ കേരളത്തിലെങ്ങാനും വന്ന് പറഞ്ഞാൽ അടിയോണ്ട് ഊപ്പാട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാതിരി സിംഗിളായിട്ടുള്ള പെർഫോമൻസുകളാണ് അവിടെ കൂടുതലും. പക്ഷേ കേരളത്തിൽ അങ്ങനെ, പിന്നെ അവിടെ നിൽക്കുന്ന, ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെടുക്കുന്നു, ഹിന്ദിയിൽ ആൾക്കാരൊക്കെ പറയുന്നു ഗംഭീര, ഇത്രയും വലിയ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീയോ അവരെ നിർത്തിയിട്ട് അവരെ ഉരിച്ചുകൊണ്ട്, അതായത് സംസാരിച്ച് എന്താ മൂക്കുത്, ഇതെന്ത് മൂക്കുത്, എന്താ കണ്ണ്, ഇതാണോ കണ്ണ്, ഇങ്ങനെ ഇരിക്കുന്ന മറ്റേ ഇതിലുള്ള എന്ന് പറഞ്ഞ് ഉപമിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചെരുപ്പൂരി അടിക്കൂല്ലേ? ഇതാണ് ഹിന്ദിയിൽ. അവനെങ്കിലും ജീൻസ് മറ്റേ കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് ഉരിച്ച് തകർക്കുക, വ്യക്തിഹത്യ. അത് ഹിന്ദിയിൽ നടക്കും. കേരളത്തിൽ 1-2 മിനിറ്റ്, 1 മിനിറ്റ് സഹിക്കും, 2ാമത്തെ മിനിറ്റ് ഇടാൻ മതിയുടെ നിർത്തറ എന്ന് പറയും. അതാണ് അവിടുത്തെ കോമഡിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും എൻ്റെ സുഹൃത്ത്, അതായത് തിരുവനന്തപുരം സരിക എന്ന് പറയുന്ന ട്രൂപ്പുമായിട്ട് പോകുന്ന സമയത്ത്, അതൊരു അമച്വർ രീതിയിലാണ് ആദ്യം തുടങ്ങിയത്.
അപ്പോൾ എം നായർ കുന്നുമുകൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ഉണ്ടകണ്ണൻ അശോകൻ ചേട്ടൻ്റെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അനൗൺസ്മെൻറ്റും കോമഡിയും സ്റ്റാർ ഇമിറ്റേഷനും ഞാനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കർട്ടൻ വലിയുണ്ട്. അപ്പോൾ അമച്ചറായതുകൊണ്ട് നമ്മൾ അടുത്ത എത്തുന്നു അശോകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സൈഡിൽ വന്ന് കർട്ടൻ അങ്ങോട്ട് പോകണം. പിടിച്ച് കെട്ടിവെക്കാനുള്ള ഇതില്ല, കാരണം അങ്ങനത്തെയൊക്കെ സ്റ്റേജാണ് കിട്ടുന്നത് നമുക്ക് അന്നൊക്കെ ആദ്യ കാലത്ത്. ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മൈക്കോടെ വെച്ചിട്ട് മണിക്കുട്ടൻ തിരിഞ്ഞു ഒരു അശോകൻ്റെ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ മ്യൂസിക് ഇടും. ഇങ്ങനെ വന്നിട്ട് ആ അനുകരണ സമയത്ത് പറമ്പ് പിൻ ഡ്രോപ്പ് ആയിരിക്കും. അതായത് ഭയങ്കര സൈലൻ്റാണ്. മുട്ടുസൂചി വീണാലും അറിയാൻ പറ്റും. പിന്നെ അന്നത്തെ ഉത്സവം കാണാൻ വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമ്പ്, ബെഡ്ഷീറ്റ്, പട്ടി, പൂച്ച ഇതെല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് 12:30 1 മണിയും കണ്ടായി പ്രോഗ്രാം. തിരുമലയാണ് ജംഗ്ഷൻ. വണ്ടികളുടെ ശബ്ദമെല്ലാം ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുകയാണ്. സ്റ്റാർ പറയുന്ന സമയത്ത് മാത്രമേ ഇത്രയും സൈലൻ്റ് വരൂ. അപ്പോൾ അശോകൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് മണിക്കുട്ടൻ, ഞാനും ചിരിച്ചു, അവിടെയുള്ള ജനങ്ങൾ അത്രയും ചിരിച്ചു. അതോടുകൂടി പരിപാടി അവസാനിപ്പിച്ചു. അവസാന ഇനമാണ് ഈ സ്റ്റാർ ഇമിറ്റേഷൻ. രണ്ട് അശോകേട്ടൻ്റെ ആ സിമ്പിൾ എടുത്തേ ഉള്ളൂ, ബാക്കി പട്ടികൾ അങ്ങ് ഏറ്റെടുത്ത് അങ്ങനെ പറമ്പിരുന്ന സർവത്ര പട്ടികളും കുരച്ചുകൊണ്ട് നേരെ സ്റ്റേജിലിരുന്ന് എല്ലാവരും ചിരി. ഞാനും നന്നായിട്ട് ചിരിച്ചിട്ട് കർട്ടൻ അങ്ങ് വിട്ട്. അവർ ഉടനെ പൈസ, അനിയാ നിൻ്റെയൊക്കെ കോമഡിയിൽ പോലും ഇത്രയും ചിരിച്ചില്ലടാ, ഈ പട്ടി ഉരച്ച് നാട്ടുകാരെല്ലാം നീ വിരട്ടിച്ചില്ലേ എന്ന് പറഞ്ഞ് മണിക്കുട്ടൻ്റെ പൈസയും കൊണ്ട് കൊടുത്ത് എനിക്കും കിട്ടി 150 രൂപ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട്. അങ്ങനത്തെ മായാവി എന്ന് പറയുന്ന സിനിമയിലുണ്ട്. പിന്നെ അറബിക്കഥ എന്ന ലാൽ ജോസ് സാറിൻ്റെ സിനിമയിൽ അതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒരു സാധനം പറഞ്ഞാൽ, എനിക്ക് ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഫുൾ പടം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാപ്പ് കിട്ടിയത് അത് ഞാൻ ലിപ്പില്ല എന്നിട്ട് ഡബ് ചെയ്ത് വെച്ചാണ്. ഫുഡ് ഇരിക്കുകയാണ്, ഇതാണ്. അപ്പോൾ ശ്രീനേട്ടനെ ഞാനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് മറ്റേ പള്ളി പിരിയുന്ന സമയത്ത് നോമ്പ് കുറിക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ചു. ഞാൻ ഒരു കവറും കണ്ടിട്ട് എടുത്തിട്ട്, കവറ് കൊണ്ടുവന്നത് മോശമായാന്ന് തോന്നും, നാളെ വരുമ്പോൾ ചാക്കങ്ങാനും കൊണ്ടുവരാം എന്ന് പറയുന്നത് ഞാൻ ഡബ്ബിങ്ങിലിട്ടതാണ്. പക്ഷേ തിയേറ്ററിൽ ഗംഭീര കൈയടിയായിരുന്നു. അത് ആ സീൻ കാണുമ്പോഴേ നമുക്ക് എന്തുകൊണ്ട് ഒരു സീൻ കിട്ടിയിട്ട് നമ്മളതിൽ കുറേ ഇമ്പ്രവൈസ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഡയറക്ടർ ഓക്കെ ഇത് ചെയ്യുമെന്ന് പറയും. ചിലത് നമുക്ക് സ്പോട്ടിൽ കിട്ടത്തില്ല. പക്ഷേ ആ സിനിമ ഇങ്ങനെ ഫുൾ ഡബ് ചെയ്ത് കണ്ടുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഇന്നത് പറഞ്ഞാൽ ചിരിക്കുമല്ലോ, അങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കും. പക്ഷേ ഡയറക്ടർ അവസാനം അതിരുന്ന് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ അത് വെക്കും. അതും എൻ്റെ മെടുക്കല്ല, അദ്ദേഹം കൂടെ വിചാരിക്കണം വെക്കണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. നീ കെട്ടിക്കോ. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ മതി. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. കൊള്ളല്ലേ? ആ തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല തരക്കേടില്ല. പേര് കേട്ട ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ഇതുപോലെ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടില്ല, 15 ദിവസത്തേക്ക് ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ 15 ദിവസം കിട്ടത്തില്ല. അതാണ് അല്ല സുരാജ് വന്നേ പറ്റൂ. അപ്പോൾ അവർ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്ത് ഞാൻ ചെന്ന് 3 ദിവസം കൊണ്ട് 18-22 സീൻ എടുത്തു. ഞാൻ സിനിമ കണ്ടപ്പോൾ ത്രൂ ഔട്ട് എനിക്ക് കിട്ടിയത് തുച്ഛമായ പൈസ. 15 ദിവസത്തെ പൈസ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് എന്നെ മുതലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്തൊരു സിനിമ ചെയ്യാൻ നേരത്തെയും പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അവിടെ ചെന്ന് ഡയറക്ടർ ഇത് പറയുന്നു, ഇന്ന മലയാളത്തിലെ പ്രമുഖ താരങ്ങളുണ്ടെന്ന് പറയുന്നു. സന്തോഷം, ഓക്കെ. അപ്പോൾ പിന്നെ 3-4 ദിവസം വീട്ടിൽ ഇരിക്കുകയല്ലേ, ചേട്ടാ 2 ദിവസം വേണം, ഓക്കെ. 2 ദിവസം ചെല്ലുന്നു. ചെന്നുടനെ വെള്ള പേപ്പറും എടുത്തിട്ട് ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇടയിലാണ് വണ്ടി കൊണ്ട് നിർത്തിയത്. അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എന്താണ് സംഭവം ഒരു 3 സീൻ ചേട്ടനും ഇന്ദ്രേട്ടനുമായിട്ടൊന്ന് റെഡിയാക്കണം. ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ ക്യാരക്ടർ, വർക്ക്ഷോപ്പ് മേസ്ത്രി വേണോ, ഏത് വേണം? ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പ് മേസ്ത്രി ആവാം. അപ്പോൾ എനിക്ക് കഥയുടെ ഗതിയും പോക്കെല്ലാം പിടി കിട്ടി.
പിന്നെ ഞാൻ വർഷാപ്പ് മേശരിയായിട്ട് ഞാൻ പിന്നെ അല്ല മേശരി പുള്ളിയും ഞാൻ അതിൻ്റെ ഓണറുമായിട്ട് ഇരുന്നെഴുതും. നമുക്ക് എഴുതി കൊടുത്തിട്ട് വരണം. അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൻ വന്നിട്ട് പോയി ഭയങ്കര ജാടയാണ് പോരാണെന്ന് പറയും. പിന്നെ നമ്മളെ കൊണ്ട് ഒരാൾക്ക് സഹായം കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളും ഇരുന്ന് എഴുതി കൊടുക്കും. ചില മൊത്തത്തിൽ കാണുമ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് ഓക്കെയാണ് ഇത് അതുമായിട്ട് കറക്റ്റ് ലിങ്കാവും, നമുക്ക് ഇത്ര ഒരു 3 സീൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇനി അതൊക്കെ നിൽക്കും. കാര്യം ഇപ്പോൾ സിനിമ നല്ല പ്രൊഡ്യൂസർ വേണം, നല്ല ഡയറക്ടർ വേണം, നല്ല തിരക്കഥാകൃത്ത് വേണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ സിനിമ ഇനി മറ്റേ വലിച്ചുവാരിയിട്ടുള്ള അലുക്കുലുത്ത് കൂറ പടങ്ങളൊന്നും വരത്തില്ല. നല്ല പടങ്ങളെ ഇനി തിയേറ്ററിൽ വരും, അതിന് ഓഡിയൻസും ഉണ്ടാവും. നാഷണൽ അവാർഡ് കിട്ടി, വലിയ സന്തോഷമാണ്. അതിന് എനിക്ക് 3 മക്കളാണുള്ളത്. ഒന്ന് കാശിനാഥൻ, വസുദേവ്, ഹൃദ്യ. അപ്പോൾ ആദ്യത്തെ മകൻ പിറന്നപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി, ഹാസ്യതാരത്തിനുള്ള. അപ്പോൾ അടുത്ത ആൾ വസുദേവ് 5 വയസ്സായി. അപ്പോൾ ആൾ ജനിച്ചപ്പോഴാണ് 2ാമത് ഇത് കിട്ടുന്ന സംസ്ഥാന അംഗീകാരം. 3ാമത് 1 വയസ്സേ ഉള്ളൂ. എൻ്റെ ഹൃദ്യമോള് ജനിച്ചു, പെൺകുഞ്ഞ്. ഒരുപാട് ആഗ്രഹിച്ചാണ്. എനിക്ക് പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുടെയും ഇതിൻ്റെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞിനെ കിട്ടി, ദേശീയ അവാർഡ് കിട്ടി. ഇനി ഓസ്കാർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ 4ാമത്തതിന് റെഡിയാണ്. അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇത് കിട്ടിയത് വളരെ സന്തോഷം എന്ന് വെച്ചിട്ട് ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ അവാർഡ് കൊണ്ട് ഒരു പക്ഷേ എനിക്കിനി നല്ല നല്ല വേഷങ്ങൾ വരികയാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യമെന്ന്, ഈ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഒരു വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കും. പിന്നെ എനിക്ക് വേണ്ടത് അവസരങ്ങളാണ്. അത് ഹാസ്യമെന്നോ വില്ലനെന്നോ നായകനെന്നോ ഇല്ല. നായകനൊന്നും ചെയ്യാനൊക്കെ പേടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഏത് വന്നാലും ഞാൻ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇനി ഒരാൾ വിളിച്ചു ചോദിച്ചു, 2 ദിവസത്തേക്ക് സുരാജ് വരും. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ നല്ല സാധ്യതയുള്ളതാണെങ്കിൽ 2 ദിവസമായാലും വരും. റോഷൻ ആൻഡ്രൂസ് വിളിച്ചിട്ട് അളിയാ നീ വരുമോ, ഒരു സീനേ ഉള്ളൂ, പക്ഷേ നീ ചെയ്താലേ നിൽക്കൂ. ഞാൻ പറഞ്ഞ അതെന്താ വേറെ ആരും ചെയ്താൽ നിൽക്കില്ലേ? അല്ല ഒന്ന് വരാമെങ്കിൽ സന്തോഷം, ഒരു സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ വരും, ഉറപ്പായിട്ടും വരും. ചെന്ന് ഒരു സീൻ ചെയ്ത് സിനിമ റിലീസായി, വളരെ നല്ല അഭിപ്രായമാണ്. കാക്കനോട്ടം നീട്ടിയെന്റെ കരളുകൊത്തിയ പെണ്ണെ, നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്നെ. കാക്കനോട്ടം നീട്ടിയെന്റെ കരളുകൊത്തിയ പെണ്ണെ, നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്നെ. കരിമീനൊളി കണ്ണിൽ കണ്ട് ചിരിയമ്പനുള്ളിൽ കൊണ്ട് അഴകെ നിന്നരികിൽ ഞാനുണ്ട്. ഒരു നായക പടം ചെയ്തിട്ടുണ്ട്. നായകനെന്ന് പറഞ്ഞാൽ 2 പേരാണ്, ഞാനും ഷാജോണുമാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ. പിന്നെ സിദ്ദി കണ്ണൻ, സായ് കുമാറേട്ടൻ, 4 പേരും ഗംഭീരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ഗർഭശ്രീമാൻ. ഇത് വലിയൊരു ഗംഭീര സിനിമ, അങ്ങനെയൊന്നും അഭിപ്രായപ്പെടുന്നില്ല. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ആ സിനിമ കണ്ടിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ ആദ്യമേ പറയുകയാണ്, ഇതൊരു പരീക്ഷണ ചിത്രമാണ് ഗർഭശ്രീമാൻ. പുരുഷൻ ഗർഭം ധരിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് ആ സിനിമ കാണുക, വിജയിപ്പിക്കുക. കോമഡിക്ക് കോമഡിയുണ്ട്, എന്നാൽ ഫാമിലി സ്റ്റോറിയാണ്. ഒരു പുതുമയുള്ളൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും അത് കാണുക, അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അനിൽ ഗോപിനാഥ് വന്ന് എൻ്റെ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. കാര്യം ആ ത്രെഡ് എനിക്കിഷ്ടമായി. പുരുഷൻ ഗർഭം ധരിക്കുന്നു. ഞാൻ ഇതുപോലെ പണ്ട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഗർഭിണനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മളെ ഈ സിനിമയോട് പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം എന്നുള്ളത്. അത് മെഡിക്കലിൻ്റെ വളർച്ചയാണ്, മെഡിക്കൽ സയൻസിൻ്റെയൊക്കെ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ പുരുഷന്മാർ ഗർഭം ധരിച്ചതുകൊണ്ട് അമേരിക്കയിൽ തന്നെ 2-3 പേരുണ്ട്, ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് ജന്മനാ സ്ത്രീയായിരുന്നു, പിന്നീട് അവർ പുരുഷനായിട്ട് വന്നതാണ്. അപ്പോൾ ഗർഭപാത്രം ഓൾറെഡി ഉണ്ട്.
പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രമാണ്. ഇത് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു, ഗർഭം ധരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ മേക്കപ്പ് മാനും പിന്നെ റോഷൻ ആണ് ഇതിൻ്റെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം നന്നായിട്ട് മേക്കപ്പ് ചെയ്തു തന്നു, വയറ് എല്ലാമൊക്കെ ഫിറ്റൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷണ ചിത്രമാണ്. നല്ല കോമഡിയുണ്ട്. എൻ്റെയും ഷാജോൻ്റെയും പിന്നെ നമ്മുടെ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നോബിയും വളരെ നല്ലൊരു വേഷമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണുക, വിജയിപ്പിക്കുക. ഇണക്കമുള്ള പെണ്ണെ ഇനി നീ എൻ മണവാട്ടി, ഹായ് മീനുക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടി. ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിയിട്ട് ചില പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നില്ല. പക്ഷെ ഇനി മുതൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം, പ്രസവിക്കാം. പക്ഷേ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഫസ്റ്റ് കാരിയർക്കോ ഭ്രൂണത്തിനോ മരണം സംഭവിക്കാം. വിളിച്ചായിരുന്നു? ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ? അതല്ലടാ, എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? യു ആർ പ്രഗ്നന്റ്. ഈ സിനിമയുടെ ഫുൾ, അതായത് ടോട്ടൽ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർക്കാണ് ഉള്ളത്, മനസ്സിൽ ഫുള്ളുള്ളത് സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ കഥ പറയുമ്പോൾ നമുക്കത് കൊള്ളാമെന്ന് തോന്നും. പക്ഷേ എടുക്കുമ്പോൾ ചിലതൊക്കെ പാളിപ്പോകാറുണ്ട്, ചിലത് വർക്കൗട്ടാകാതെ വരും. പക്ഷേ നമ്മളിലൊരു സീൻ കിട്ടുമ്പോൾ ഫുൾ ടോട്ടൽ കഥ ഇങ്ങനെ ജസ്റ്റ് ഇപ്പോഴൊക്കെയാണ് ടോട്ടൽ കഥകളൊക്കെ പറഞ്ഞ് തരുന്നത്. നേരത്തെ ഞാൻ ആ കോമഡിയിൽ മാത്രം നിന്നുകൊണ്ടിരുന്ന സമയത്ത് ടോട്ടൽ കഥയൊന്നും പറയില്ല. നമ്മൾ നായകൻ്റെ കൂട്ടുകാരനാണ്, ഇതാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോഴാണ് ചിലത് നമ്മൾ പറയുന്ന തമാശ അത് അധികപ്പറ്റായിട്ട് തോന്നുന്നു, അത് ഓവറായിപ്പോയി എന്ന് തോന്നാൻ കാരണം അത് അതിൻ്റെ ഡയറക്ടർ ശ്രദ്ധിക്കണം. നമ്മൾ പറയും, പക്ഷെ അത് വേണോ എന്നുള്ളത് എടുക്കേണ്ടത് ഡയറക്ടറാണ്. വേണോ വേണ്ടയോ എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ലിപ്പില്ലാത്ത സമയത്ത് ഡബ് ചെയ്യുന്നത് പോലും ആ ഡയറക്ടറാണ് അവസാന വിധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം, അത് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെക്കും. അപ്പോൾ സീൻ കിട്ടുമ്പോൾ നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട്. ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് ഡയറക്ടറോട് ചോദിക്കുക ഇത് എങ്ങനെയാണ്. പിന്നെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ചെയ്തിട്ട് വന്നല്ലേ പറ്റൂ. ഒരു സിനിമയിൽ മാത്രം അത് പറഞ്ഞിട്ടുണ്ട്, ഒരു പേര് സംബന്ധമായിട്ടാണ്. അത് ഞാൻ വേണ്ടെന്ന് 150 വട്ടം ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ സലീം കുമാർ പറഞ്ഞിട്ടില്ലേ, ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞിട്ടില്ലേ, ഏത് പടങ്ങൾ വരെ എനിക്ക് ലിസ്റ്റ് എടുത്ത് തന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നീ പറയുന്നതിൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ പറഞ്ഞു കാരണം ഞാൻ ഫാമിലി ആയിട്ടാണ് പോയി പടം കാണുന്നത്. അത് പറയാൻ എനിക്കൊരു ചളുപ്പുണ്ട്. ഓഹോ, നിനക്കിപ്പോൾ അത്രയും വലിയ ഇതൊക്കെ ആയല്ലേ. അങ്ങനെ ഉടക്ക് വരെ ചെയ്തു. അവസാനം എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെയുള്ളൊരു തമാശ. ഇപ്പോൾ പോലും ഞാൻ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് ഞാനല്ല ചെയ്യേണ്ടത്, വേറൊരാളാണ്. അപ്പോൾ എന്നിട്ട് കൂടി എന്നെ വന്ന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് വേണ്ട ചേട്ടാ, കാര്യം വെച്ചാൽ അത് കാണുന്നവർക്കൊരു ക്ലീഷ തോന്നും, അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ആ നടൻ എന്നെ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെയാണല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം ചിരിക്കും, അപ്പം ചിരിച്ചിട്ട് മാറി നിന്ന് നമ്മളെ തെറി പറയും. ഇവൻ അങ്ങനെയാണ് എന്നുള്ളത് വരുത്തി തീർക്കും. നീ ഒരെണ്ണേ ചിലപ്പോൾ പറയൂ, അതൊരു 1000 എണ്ണത്തിൻ്റെ എഫക്റ്റ് ആവും. അതുകൊണ്ട് അതിനേക്കാളും അങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കേണ്ട, അത് വേണ്ട, നമുക്ക് സമയത്ത് വേറെ എന്തെങ്കിലും കിട്ടും, ഞാൻ എന്തെങ്കിലും സംഭവം റെഡിയാക്കാം എന്ന് പറഞ്ഞു വെച്ചു. ഞാൻ വന്നപ്പോൾ എന്നെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സുരാജ് ഗംഭീരമായിരിക്കുന്നു, തകർത്ത്. പിന്നെ വന്ന ആ സമയത്ത് പറഞ്ഞു, ഇതധികമൊന്നും പോകില്ല, തിരുവനന്തപുരം തിലാങ്കം വെച്ചുണ്ടാവും, എത്ര പടത്തെ ചെയ്യും എന്ന് ആൾക്കാർ പറയുന്നതും സിനിമയിലെ ആൾക്കാർ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോഴുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറയും, ഞാൻ ആരോടും മത്സരിക്കാനും ഒന്നിനും വന്നതല്ല, ഞാൻ സൈഡ് വഴി പോയിട്ട് നേരെ ഒന്നാമത് എത്തിക്കോളാം, എന്നെ ശല്യം ചെയ്യാൻ വരരുത്. ആ രീതിയാണ്. എനിക്ക് അഭിനയത്തോട് മത്സരിക്കാൻ ഞാൻ ആരുമല്ല. എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മലയാള സിനിമയിലെ താരങ്ങളോടൊപ്പം വർക്ക് ചെയ്തതുകൊണ്ടും
നല്ല നല്ല തിരക്കഥാകൃത്തുക്കളോടൊപ്പം നല്ല നല്ല ഡയറക്ടറോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ആകാൻ കഴിഞ്ഞത്. അഭിനയത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമല്ല ഒരു അവാർഡ് കിട്ടിയെന്ന് വെച്ചിട്ട് ആ പടത്തിൻ്റെ അഭിനയം വെച്ചിട്ട് അതിന് കറക്റ്റ് എനിക്ക് അവാർഡ് തരണമെന്ന് തോന്നി, തന്നു. ജൂറി ചെയർമാന് എൻ്റെ പ്രത്യേക നന്ദി. നവരസങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ അവാർഡ് കൊടുക്കണം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നടൻ, എല്ലാവരും നടന്മാരാണ്. അത് ഹാസ്യമൊന്നോ അങ്ങനെ രൗദ്രമെന്നോ അങ്ങനെ ഒന്നും വേർതിരിവില്ല. എല്ലാവരും നടന്മാരാണ്, അങ്ങനെ അവാർഡ് കൊടുക്കണം. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വന്നപ്പോൾ ഹാസ്യതാരമുള്ള അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഹാസ്യത്തിന് നിൽക്കുന്ന ആളിന് ആ സമയത്തൊന്നും നടനുള്ള അവാർഡ് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് കിട്ടി, എനിക്കത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലായിരിക്കുമ്പം തന്നെ എന്തെങ്കിലും ഇന്ന് നല്ല മാർക്ക് നേടി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോഫി തരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതുകൊണ്ട് ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് എടുത്ത് മാറ്റേണ്ടതില്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. കാരണം ഇനി വരുന്നവർക്ക് അതൊരു പ്രചോദനമാവട്ടെ. നമ്മളുള്ളതിനെന്തിനാണ് നശിപ്പിക്കുന്നത്? ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പിന്നെ അവർ പറഞ്ഞോണ്ട് യോജിപ്പുണ്ട്. നടൻ എല്ലാവരെയും അങ്ങനെ കാണുക എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ഈ അവാർഡ് ഉണ്ടായിരുന്നത് എടുത്തു മാറ്റണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഇത് തികച്ചും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം എനിക്ക് തോന്നിയ സന്തോഷമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഏത് അവാർഡ് പ്രഖ്യാപിച്ചാലും ഒരു വിമർശനം വരും. അതിനിപ്പോൾ കോമഡി ഉണ്ടായിട്ടോ കോമഡി എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ടോ വില്ലൻ്റെ ഇതെടുത്ത് മാറ്റി സ്വഭാവ നടനെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എല്ലാ അവാർഡ് പ്രഖ്യാപനത്തിനും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് നാളെ നല്ല നടനുള്ളതും കൂടി എടുത്ത് മാറ്റല്ലേ എന്നൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. തെറി പറയുന്നതായാലും അതിലും കോമഡിയുണ്ട്. മനസ്സിലായില്ലേ? തെറി പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ആദ്യകാലം തൊട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷൻ സിനിമയിലും നല്ല തെറിയുള്ള പടമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നായകൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നായകൻ്റെ കാര്യങ്ങൾ ഓഡിയൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എർത്തിനെ കൂടെ നിർത്തുന്നത്. നായകൻ്റെ കാര്യം ഇപ്പോൾ പോകുന്ന റൂട്ട് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എർത്തിനെ കൂടെ നിർത്തുന്നത്. അത് മലയാള സിനിമ ഒരിക്കലും വിട്ടുപോകില്ല. മലയാള സിനിമയെന്നല്ല ഒരു സിനിമയിലും വിട്ടുപോകില്ല. ഇല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വന്നിരിക്കും. പക്ഷേ മലയാളം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ നല്ല സിനിമ, അതിൽ കുറച്ച് ചിരിക്കാനും. കാരണം ഇപ്പോൾ കംപ്ലീറ്റ് ഓട്ടപ്പാച്ചിലാണ്. അവർ അത്രയും നേരം കമ്പ്യൂട്ടറും ഇതിലെല്ലാം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പല പല ജോലികളിൽ ഏർപ്പെട്ടിട്ട് തിരക്കിട്ട് വരുമ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ അവർ റിലാക്സിനാണ്, നന്നായിട്ട് ചിരിക്കാനും എന്നാൽ അതിൽ കുറച്ച് ഒന്ന് കണ്ണ് നനയിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റ്. എനിക്ക് ശത്രുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാര്യം ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സലീമേട്ടൻ പേടിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ, ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. എനിക്ക് ഒരു അവാർഡല്ലേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനൊക്കെ എന്തോരം പേടിക്കണം. അപ്പോൾ പേടി അത് നമ്മളെ ആശ്രയിച്ചിരിക്കും. ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ആ ഇതിനനുസരിച്ചിട്ടായിരിക്കും. അല്ല ഞാനിപ്പോൾ ബലവും പിടിച്ച് മസിലും പിടിച്ച് അവാർഡ് കിട്ടി പോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് തലയ്ക്ക് സുഖമില്ലല്ലോ, അല്ലെങ്കിൽ എന്താടാ നീ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കാണിച്ച് എന്നൊക്കെ തോന്നും. പിന്നെ എത്രയൊക്കെ നമ്മളിപ്പോൾ ഇത് വാങ്ങിയാലും അവാർഡ് ഇപ്പോൾ കിട്ടി, വളരെ സന്തോഷം. ശരിക്കും ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. എൻ്റെ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നടൻ പറഞ്ഞു, സുരാജിനത് കൊടുക്കണ്ടായിരുന്നു, എന്തിനത് കൊടുത്തത്? അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ്. അതിപ്പോൾ നമുക്ക് ചെന്നിട്ട് അത് ചോദിക്കാൻ നീ എന്തിനടെ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. എന്തിന് പുള്ളി ഞാൻ നല്ലതാണ് എന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നു. ഇപ്പോൾ ഒരാളുടെ മനസ്സിൽ ഞാൻ നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കിനിപ്പോൾ പോയിരുന്നു ഇനി നല്ല വേറെ ആരാ എന്നെക്കുറിച്ച് പറയണത്, ഇതിപ്പോൾ ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്നൊന്ന് പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നടക്കുമോ? നമ്മൾ ചെയ്യുന്നത് കുറേ പേർക്ക് ഇഷ്ടപ്പെടും, കുറേ പേർക്ക് മോശം പറയും. അപ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, ഇനി ഇഷ്ടപ്പെടാനുള്ളവർ ഇഷ്ടപ്പെടട്ടെ, അത്രേ പറയാനുള്ളൂ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്
തിയേറ്ററിൽ എന്നെ കാണിക്കുമ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ട് എന്നെ ആ കൈയടിക്കുന്നത്, ആ പ്രോത്സാഹനം, അത് ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് തുടർന്നും ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ സംഭവം അവാർഡ് കിട്ടിയതിന് ശേഷം ഇപ്പം ഞാൻ അതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിൽ പോയി കേട്ടോ. ഞാൻ ഇത് തമാശ രീതിയിൽ പറയുന്നതാണ്, അല്ലാതെ ആരും വേദനിപ്പിക്കാനല്ല. എനിക്ക് അതിൻ്റെ തമാശ ഭാഗം മാത്രം. സത്യത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ് ഇത് കിട്ടിയത്. അത് 100% സത്യം. പിന്നെ ഇപ്പോൾ തലേ ദിവസം ഓരോരുത്തർ ഈ അവാർഡിനെ ഏറ്റെടുക്കും. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അപ്പൂണ്ണൻ്റെ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. ആ നമ്മളെ കടയിൽ നിന്ന് നീ ഒരു ചായ കുടിച്ചോണ്ട് അതിനകത്ത് കിട്ടിയത് അതൊക്കെ ഓർമ്മ വേണം. ഇന്നലെ ഞാൻ ഒരു ക്ലബിൻ്റെ ഫംഗ്ഷന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഇവിടെ ഇതിന് മുമ്പ് ഒരാൾ വന്നു, നാഷണൽ അവാർഡ് കിട്ടി, വേറൊരാൾ വന്നു, നാഷണൽ അവാർഡ് കിട്ടി, ഇപ്പോൾ സുരാജ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയി, നാഷണൽ അവാർഡ് കിട്ടി, ഇനിയും വരിക. ഇത് ഓരോരുത്തരും. പിന്നെ അമ്പലത്തിൽ പോകണമെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ അമ്പലത്തിൽ വന്നില്ലേ, ഇവിടെ ആര് വന്നാലും അമ്പം കൊണ്ടേ പോകും. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുന്നു. പക്ഷേ ഞാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം കൊള്ളാമല്ലോ, കാരണം ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ, നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടെ വന്നതുകൊണ്ട് അപ്പോൾ അപ്പൂണ്ണ ഇനി കിട്ടാനുള്ള എല്ലാവരും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും, നിങ്ങളാ ചായ കുടിക്കാൻ. അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തു. അതിലും എനിക്ക് വളരെയധികം സന്തോഷം. എൻ്റെ തുടക്ക സമയത്ത് കുറച്ച് സിനിമകളൊക്കെ കഴിഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു തിരക്കഥാകൃത്തും ഡയറക്ടറും എന്നോട് വിളിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും വിളിച്ച് പറഞ്ഞു, സുരാജ് ഒരു സിനിമയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. വൈഫ് ഹൗസിൽ പോയി താമസമല്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ടല്ലോ, വൈഫ് ഹൗസിലൊക്കെ പോയി ഒന്ന് താമസിക്കും, ഫുൾ റെസ്പെക്റ്റ് ഇതൊക്കെ വേണം. അങ്ങനെ ഒരു ചെറിയ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പിന്നെ എന്നെ വിളിച്ച് പറയുകയാണ്, സുരാജ് 15 ദിവസത്തെ ഡേറ്റ്. അപ്പോൾ വീണ്ടും ഞാൻ അവരോട് ചോദിക്കുകയാണ്, അയ്യോ ഇന്നാളുടെ പടമല്ലേ, ചിലപ്പോൾ ഇത് മാറ്റും എന്നെ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഭവമില്ല സുരാജിനെ മാറ്റില്ല, ഇത് ഫിക്സ്. അല്ല ചേട്ടാ, എനിക്ക് വേറൊരു പടം വന്നു, നിങ്ങളുടെയൊക്കെ എതിർ കക്ഷിയുടെ ഒരു പടം വന്നു, അപ്പോൾ അതിൽ പോയി ചെയ്തോട്ടെ. അത് എന്തിനേ, ഇതിലുണ്ടല്ലോ എന്ന് തിരക്കഥാകൃത്തും ഡയറക്ടറും ഈ പ്രൊഡക്ഷൻ കൺട്രോളും പറയണം. ശരിയായിട്ടാ, അപ്പോൾ എന്നാ വരേണ്ടത്? മറ്റന്നാൾ. അങ്ങനെ നാളെ ഞാൻ നേരെ വൈഫ് ഹൗസിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് സുജിത്ത്, റഫീഖ്, അവരെ വിളിച്ച്, അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വരെയാണ്, നിങ്ങളിവിടെ കാണണം. അങ്ങനെ വൈഫ് 2 ദിവസത്തിന് മുമ്പ് അങ്ങ് പോയി. അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പോയിട്ട് വരാനാണ് എളുപ്പം. ഞാൻ വീട്ടിൽ നിന്ന്, അമ്മ അതിനൊരു 15 ദിവസത്തേക്ക് ഞാൻ ഇല്ല, എറണാകുളത്ത് വേണം ഒരു ഷൂട്ടിങ്. ആ ശരി മക്കളെ, ഈ ഷൂട്ടിങ് ആരെ പടം? അത് ഇന്ന ആളുടെ പടമാണ്. ശരിയടാ, അയ്യോ അപ്പം നീ രക്ഷപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിൽ അവിടെ നിന്ന് വന്നു. പോകേണ്ട ദിവസം അന്ന് രാത്രി 8:30 മണിക്കുള്ള ബസ് ബുക്ക് ചെയ്ത് ഞാൻ ബസ്സിലാണ് വരണം. KSRTC ചെന്ന് നോക്കിയപ്പോൾ സീറ്റൊന്നുമില്ല. അപ്പോൾ ഇരുന്ന് പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഹൗസിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടി 8:30 മണിക്കാണ്, 9 മണിക്കാണ്, ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്ന് താമസിക്കും, ഒന്ന് പൊതിഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാൽ. എത്ര ദിവസം? 15, 20, 25 ദിവസത്താണ്, ത്രൂട്ട് സാധനമാണ്. പിന്നെ നമ്മൾ പറയുമ്പോഴേ കുറച്ച് കയറ്റിയൊക്കെ പറഞ്ഞു, അപ്പോഴത്തെ ആ അവസ്ഥയല്ലേ. 25 ദിവസമാണ്. നീ അപ്പോൾ ഒരു കാര്യം 2 ദിവസം കൂടെ വന്നിട്ട് വീട്ടിൽ പോയല്ലേ. അപ്പോൾ അമ്മാവനും അമ്മാവിയൊക്കെ ശരിയടാ. അപ്പോൾ അന്ന് ഇത്തിരി ചിക്കനും കൂടെയൊക്കെ ഉണ്ടാക്കി തന്നു. ചെന്നതല്ലേ, വിഭവസമൃദ്ധമായ ചിക്കൻ പൊരിച്ചത് ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് അടുക്കി വെച്ച് ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നേരെ എൻ്റെ 2 സുഹൃത്തുക്കൾ വന്നു, സുജിത്ത്, റഫീഖ് വന്നു, വണ്ടിയിൽ കയറ്റി അവൻ തന്നെ അരിസ്റ്റോയിൽ കൊണ്ടുവിട്ടു. ബസ്സിനകത്ത് കയറിയിരുന്നു. അപ്പോൾ നേരത്തെ ഡിസ്കഷനാണിത്. എൻ്റെ ട്രൂപ്പിൻ്റെ പരിപാടികളും ക്യാൻസൽ ചെയ്തു. കാരണം ആകെ ഉള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ അത് ഈ 17 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആ പരിപാടിയും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പല സ്ഥലങ്ങളിലും വേറെ ആൾക്കാരെ ബുക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി കമ്മിറ്റിക്കാരെ തെറിവിളിയൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുന്ന സമയം സിനിമയിൽ അഭിനയിക്കണം, ഭയങ്കര ആക്രാന്തം, പ്രത്യേകിച്ച് ഇന്ന ആളുടെ പടത്തിൽ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഇരുന്ന് ബസ് അങ്ങോട്ട് മറ്റൊരൊക്കെ ടാറ്റ കൊടുത്തു. ഓക്കേടാ ഇപ്പോൾ സിനിമ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകാൻ നേരത്ത് ഒരു കോൾ. സുരാജ്, ഞാൻ പറഞ്ഞു തിരിച്ചോ? കൺട്രോളറാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു തിരിച്ചു ചേട്ടാ.
ഇതാ ഇപ്പം അങ്ങോട്ട് എടുത്തേ ഉള്ളൂ. രാവിലെ ഒരു 3-3:30 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എറണാകുളത്ത് എത്തണം. എവിടെയാണ് ഏട്ടാ ലോഡ്ജ്? അത് ഇന്നൊരു ലോഡ്ജാണ്, പക്ഷേ സുരാജ് നീ കയറണ്ട. എന്തു പറ്റി? അതല്ലടാ, ഞാൻ നിന്നോട് എങ്ങനെ പറയുന്നത്, നിനക്ക് ഈ പടത്തിൽ വേഷമില്ല. സത്യം പറഞ്ഞാൽ വീട്ടിലും പോകാൻ പറ്റണില്ല. അവിടെ അങ്ങ് ഇറങ്ങി. എന്ത് ചെയ്യാൻ? സത്യം പറഞ്ഞാൽ അന്നിരുന്ന് കരഞ്ഞ്. അങ്ങ് ഇറങ്ങിയതും റഫീഖും സുജിത്തും ഞാൻ തിരിച്ച് ഫോൺ ചെയ്തു, ആളിയാ പോകല്ലേ, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്, അവിടെ ചെന്നിട്ട് ഇവിടെ വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഒരു കുഞ്ഞു ഓഫീസ് റൂമുണ്ട്. അതിനകത്ത് ഞാനും റഫീഖും കൂടെ കൂട്ടുകിടന്ന് അവിടെ അന്ന് രാത്രി 12 മണി വരെ നമ്മൾ സംസാരിച്ചുകൊണ്ട്, എടാ എന്ത് ചെയ്യാൻ, എടാ പിന്നെ ഇപ്പോൾ ഏത് പടം നടക്കണല്ലേ, അത് മായാവി എന്ന് പറയുന്ന ഒരു പടം നടക്കുകയാണ്, നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. പറയും മമ്മൂക്കയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ മമ്മൂക്ക വിളിച്ചു. മമ്മൂക്ക ഇങ്ങനെ ഒരു പടമുണ്ട്, എനിക്കതിൽ ഒരു വേഷം കിട്ടുമോ? നോക്കട്ടെ, എല്ലാം ഫിക്സായി പോയല്ലോ, എന്നാലും നോക്കട്ടെ, നീ ആൻറ്റോനെ വിളി എന്ന് പറഞ്ഞു. ആൻറ്റോ ചേട്ടനെ വിളിച്ചു. നോക്കട്ടെ, നമുക്കൊരു സ്വർണ്ണ ജ്വല്ലറിയിലുള്ളൊരു വേഷം ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു സീനായാലും മതി, എനിക്കതിൽ വേണം, ഇവിടുന്ന് രക്ഷപ്പെടുക. ഒന്ന് വൈഫ്, വീട്ടുകാർ, എൻ്റെ വീട്ടിൽ ഈ പ്രോഗ്രാം ഇത്രയും ക്യാൻസൽ ചെയ്ത് ട്രൂപ്പിലെ പയ്യന്മാരുടെ ഇതെല്ലാം കൂടെ വെച്ചപ്പോൾ എനിക്ക് ടെൻഷനും 15 ദിവസം പൈസയും പോയി. ദൈവമേ എന്ത് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസർ വൈശാഖ് ഏട്ടനെ വിളിച്ചു, വൈശാഖ് രാജനെ. അപ്പോൾ വൈശാഖ് രാജൻ നോക്കട്ടെ മോനെ, ഒരു കാര്യം ചെയ്ത്, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഷാഫി സാറിനുമായിട്ട് വിളിച്ചു. ഷാഫി സാറിന് അതിന് മുമ്പ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫി സാർ സുരാജിനെ എനിക്കറിയാം, ഒരു കാര്യം ചെയ്യൂ, നേരിട്ട് വന്ന് കാണാൻ പറയുമെന്ന്. അങ്ങനെ നേരിട്ട് ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, റാഫി മക്കാട്ടൻ എല്ലാവരും വന്നു. അയ്യോ ഒരു കാര്യം ചെയ്യും, അപ്പോൾ മറ്റാൾക്ക് വെച്ചിരിക്കുന്ന ആ റോള് സുരാജിന് കൊടുക്കാം. അപ്പോൾ മമ്മൂക്കാട് മമ്മൂക്ക പറഞ്ഞു കുഴപ്പമില്ല, അവൻ ചെയ്യും എന്ന് പറഞ്ഞാണ് മമ്മൂക്കാടെ കൂടെ ഉള്ള റോള് ഞാൻ ചെയ്യുന്നത്. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു, നിർത്താൻ. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അല്ല ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണം. അല്ല നിനക്കെന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടിന്ന് അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. വാ ചോദിക്കാം. തകർത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുള്ളത് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസേറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ കഴുത്തെ കയറി വീഴുവന്നു. ഏയ്, തെളിവെടുപ്പും റിമാൻഡ് കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. കൊള്ളാവുന്ന പാർട്ടിയാണോ? പിന്നെ ബെടാ പാർട്ടിയല്ലേ, വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിൽ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? ആ വേഷം വച്ചിരുന്ന അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന കക്ഷിക്കാണ്. ഞാൻ അനൂപിനെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു. അനൂപ് എന്നെ വിളിച്ചു, ഞാൻ ചെയ്തോട്ടെ. അതിനെന്താ അളിയാ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു താങ്ക്സ്. ആ പടം ചെയ്തു. അത് വളരെ കാര്യം, ഞാൻ ഇരുന്ന് ഒരു 2-3 മണിക്കൂർ കരഞ്ഞ് 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 ഇല്ലാതായിട്ടുണ്ട്. അത് ഇപ്പം അതൊന്നും ഞാൻ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് അതിലേക്ക് പോകില്ല. അപ്പോൾ ആ പടം, ഫസ്റ്റ് പടം ബ്രേക്ക് ചിത്രം, അത് ഗംഭീരമായിട്ട് വിജയിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. മീൻസ് സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ, സിനിമ എന്നെ വേണ്ടെന്നേ വെച്ചിട്ടില്ല. അങ്ങനെ ഇതുവരെ ഗ്യാപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു നിമിത്തമാണ് എന്ന് വെച്ചാൽ അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. മറ്റു പടത്തിൻ്റെ ആൾക്കാരും കുറ്റം പറയുന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ, പക്ഷെ അവർക്ക് ഒരാഴ്ച മുമ്പെങ്കിലും പറയാമായിരുന്നു, എങ്കിൽ എനിക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടം വരില്ലായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ അവരെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അതിനുശേഷവും അവരുടെ പടത്തിൽ അഭിനയിച്ചു, ഗംഭീര ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു, വളരെ സന്തോഷം. ഇതാരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. താങ്ക് യു.